ഒന്നെടുത്തു. ഇവിടെ നിന്നാൽ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നല്ല തേങ്ങ തേങ്ങാക്കൊല പട്ട. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, പനിയൊക്കെ മാറിയതാ, കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ പനീൻ്റെ ക്ഷീണം മാത്രമല്ല, ഭയങ്കര ശരീരവേദനയൊക്കെ ആയിരുന്നു. പനി അധികമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തകളായിരുന്നു ഈ പനിയൊക്കെ വന്നതിന് ശേഷം. പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നെഗറ്റീവ് ചിന്തകളാണ് വരുന്നത്. എന്താണെന്നറിയില്ല, ഭയങ്കര ടെൻഷൻ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ അതിനൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായ കുടിച്ചു. ചായക്ക് ഇപ്പം എന്തായിരുന്നു? ചായക്ക് എന്തായിരുന്നു? ഇപ്പോൾ ഗോതമ്പ് ദോശ. അപ്പോൾ ഗോതമ്പ് ദോശയും പിന്നെ നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന മസാലയില്ലേ, അതും അങ്ങനെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്, വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗോതമ്പ് ദോശ. എന്തായാലും ഇവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഗോതമ്പ് ദോശ അത്ര വലിയ ഇഷ്ടമല്ല. എനിക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നോൺ വെജ് ഒന്നുമില്ല, ഓൺലി വെജ്. അപ്പോൾ ചോറ്, പിന്നെ വെള്ളരിക്ക കൊണ്ടൊരു മോര് കറി, പിന്നെ ഉപ്പേരി വെക്കാനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മീൻ കിട്ടിയിട്ടില്ല, അതാണ് മീനില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതാ അരി അടുപ്പത്തിട്ടു. ഇനി ഇതാ വെള്ളരിക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇതാ കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ടാട്ടോ ഇട്ടത്. പിന്നെ ഒരു തക്കാളി, 2 എരിവുള്ള പച്ചമുളക്, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി എല്ലാം ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് മുളക് പൊടി, ഉപ്പ് എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിതാ അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വിസിൽ മതി, വെള്ളരിയല്ലേ, അപ്പോൾ ഒറ്റ വിസിൽ തന്നെ ധാരാളം. അപ്പോൾ ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചു. പിന്നെ ചോറ് ഇതാ അടുപ്പത്ത്, അരി അങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നു. ചോറായിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കഞ്ഞി തിളച്ചാൽ പണ്ടുള്ളവർ പറയും വിരുന്നുകാർ വരുമെന്ന്. പിന്നെ കഞ്ഞി തിളയ്ക്കുന്നതിൻ്റെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഇല്ലത്തമ്മ കുളിച്ച് വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. കഞ്ഞി തിളയ്ക്കുന്നതിന് കേട്ടോ അത് പറയുക. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ കടയിൽ നിന്ന് വാങ്ങിയ മോര്, ഒരു കുപ്പി മോരിന് 20 രൂപ, 20 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ മോരൊഴിച്ചിട്ടാണ് വെള്ളരി കറി വയ്ക്കുന്നത്. പിന്നെ പയറുണ്ട്, ഇത്തിരി പയറേ ഉള്ളൂ. ആ പയർ വെച്ചിട്ട് തോരനുണ്ടാക്കണം. അതായത് നാളികേരമൊക്കെ ചതച്ചെടുത്തിട്ട് തോരൻ വയ്ക്കുക. ഈ പയറൊക്കെ എന്ന് കൊണ്ടുവന്ന് വെച്ചതാണോ, വാടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഗ്യാസ് അടുപ്പിൽ ഇതാ വെള്ളരിക്ക കറിയാവാൻ റെഡിയായി നിൽക്കുന്നു. വിറകടുപ്പിൽ ഇതാ ചോറ് തിളച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാനിതാ ഉപ്പേരിക്ക് കുനുകുനേ പയറരിയുന്നു കേട്ടോ. അപ്പോൾ വേഗം വേഗം ജോലികൾ ചെയ്ത് തീർക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് പണിയെന്ന് പറയാനൊന്നുമില്ല, കാരണം മീനില്ലാത്തതിനോണ്ട് അടുക്കള പണിയൊക്കെ വേഗം വേഗം കഴിയും. അപ്പോൾ ഇതാ പയറിങ്ങനെ കുനുകുനേ അരിഞ്ഞിട്ട് ഇനി അതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് ഇടുന്നുണ്ട് കേട്ടോ. പയറിൽ ക്യാരറ്റ് ഇട്ടാൽ എല്ലാവരും കഴിക്കും, പക്ഷേ ക്യാരറ്റ് മാത്രമായിട്ട് ഉപ്പേരി വെച്ചാലോ തോരൻ വെച്ചാലോ ആരും കഴിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്കൂൾ കുട്ടികളെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെയാണ്. പയറിൻ്റെ കൂടെ ക്യാരറ്റോ ബീറ്റ്റൂട്ടോ കുനുകുനേ അരിഞ്ഞിട്ട് തോരൻ വയ്ക്കും. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും കഴിക്കും. ശരിക്കും നമ്മൾ ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കാരണം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ക്യാരറ്റ്. ബീറ്റ്റൂട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് രക്തം ഉണ്ടാകുന്ന സാധനമാണ്. ABC ജ്യൂസ് കേട്ടില്ലേ? ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുക. ABC ജ്യൂസ് കുടിക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പനിയൊക്കെ ആയതിനു ശേഷം ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. എന്താണെന്നറിയില്ല, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വരിക നമ്മളെ മനസ്സിൽ. പിന്നെ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ വല്ലാത്തൊരു എന്തോ പറയുക, ഒരു ഡിപ്രഷൻ മൂഡ് പോലെ ഇങ്ങനെ. രാവിലെ ഇങ്ങനെ പണികളൊക്കെ ഉണ്ടാവും, ഉച്ചവരെ അടുക്കളപ്പണി ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മളെ മനസ്സ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എങ്ങോട്ടൊക്കെയോ. പിന്നെ വൈകുന്നേരം പിന്നെ വൈകുന്നേരം കുളി കഴിഞ്ഞിട്ട് രാമായണം കുറച്ച് നേരം ഇങ്ങനെ വായിക്കും. അപ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളതിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ പകൽ
വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഒന്നാമത് നമുക്ക് ആരും സംസാരിക്കാനും ഇല്ല, നമ്മളോടും സംസാരിക്കാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ സൈലൻറ്റ് വാലിന്ന്, അതുപോലെ തന്നെ. പിന്നെ രാവിലെ പ്രസാദേട്ടൻ ജോലിക്ക് പോയാൽ പിന്നെ ഏട്ടൻ വരുമ്പോൾ വൈകുന്നേരമാവും. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ വല്ലാത്തൊരു നമുക്കൊരു വീർപ്പുമുട്ടൽ ഇങ്ങനെ തോന്നും. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണെങ്കിൽ അത് ഒന്നും ഇല്ല താനും. നമ്മൾ അടുക്കളപ്പണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഞാൻ കഴിയുന്നതും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നാലും നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയില്ല, വെയിലുണ്ട്, ചെറുതായിട്ട് വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുണികളെല്ലാം ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കർക്കിടകത്തിൽ 10 വെയിലുണ്ടെന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കാം. ചിലപ്പോൾ ആ വെയിലായിരിക്കും ഇത്. അങ്ങനെ എൻ്റെ വെള്ളരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. നാളികേരം അരച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് മോരൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും, വാങ്ങി വയ്ക്കും. കടുകും കറിവേപ്പിലയിട്ട് വറുത്തിടും. അതാണ് എൻ്റെ മോര് കറി. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്തിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് നാളികേരം അരച്ചത് ഒഴിച്ച് ഇളക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. പിന്നെ മോരൊഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കില്ല. മോരായാലും തൈരായാലും നമ്മൾ തിളപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ മോരൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം വാങ്ങി വെച്ചിട്ട് കടുക് വറുക്കുക. ഞാനിങ്ങനെയാണ് മോര് കറി ഉണ്ടാക്കാറ്. ഓരോരുത്തർ പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷേ ചില ആൾക്കാർ പറയുന്നേക്കാം നന്നായി നമ്മൾ കടഞ്ഞെടുത്ത മോര്, അതായത് നെയ്യും വെണ്ണയൊക്കെ മാറ്റി തിരിച്ചെടുത്ത മോര് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നതിന് ദോഷമൊന്നുമില്ല എന്ന് പറയുന്നേക്കാം. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പക്ഷേ മോര് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടത്. മോരായാലും തൈരായാലും തിളപ്പിക്കരുത് എന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെ വെള്ളരി അടുപ്പത്ത് ഇങ്ങനെ നാളികേരമൊക്കെ വെച്ച് തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ പയർ തോരൻ വെക്കുകയാണ് കേട്ടോ. കടുകും കറിവേപ്പിലയിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കറികളെല്ലാം ഇട്ട്, പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ പയറും ക്യാരറ്റും അതെല്ലാം ഇട്ട് അതിലേക്ക് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നന്നായി വാടി വന്നതിന് ശേഷം നാളികേരം, 2 വെളുത്തുള്ളി, ചെറിയ ഉള്ളി കൂട്ടി ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കും. അതാണ് തോരൻ. തോരൻ പല രീതിയിൽ വെക്കുന്നവരും ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കാറ്. അങ്ങനെ തോരൻ അടുപ്പത്തായിട്ടോ. ഇനി ഞാൻ വെള്ളരിക്ക് മോരൊഴിക്കുകയാണ് കേട്ടോ. നാളികേരമൊക്കെ ഇട്ടത് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മോരൊഴിക്കുകയാണ്. നല്ല നാടൻ മോരാണ് കേട്ടോ, നല്ല പുളിയുള്ള മോര്. അപ്പോൾ മോരൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വെള്ളരിക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മോര് കറി ഉണ്ടാക്കുന്നത്. വെള്ളരിക്ക, കുമ്പളങ്ങ, പിന്നെ നമ്മുടെ കായ, ചേന എല്ലാം അങ്ങനെയൊക്കെ ഇട്ടിട്ട് മോരൊഴിച്ച് കറി വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പുളിശ്ശേരി. ഇതിൻ്റെ കൂടെ ഒരു കടുമാങ്ങ അച്ചാറും കൂടി ഉണ്ടായാൽ സൂപ്പറായിരിക്കും. അങ്ങനെ വെള്ളരിക്ക മോര് കറി റെഡി. തോരൻ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ആവിയിൽ വെന്ത് വരുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കാതെ കേട്ടോ വെക്കുക. ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ്, വെള്ളരി മോര് കറി, പയർ തോരൻ, പിന്നെ മാങ്ങ അച്ചാറുണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഇന്ന് മീനൊന്നും വെക്കാനില്ലാത്തതുകൊണ്ടേ വേഗം അടുക്കളപ്പണി വേഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് പണി. വെയിൽ വരുമ്പോൾ തുണികളെല്ലാം മുറ്റത്ത് വിരിച്ചിടും. വെയിൽ പോകുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ അകത്തോട്ട് തന്നെ കൊണ്ടുവരും. വീണ്ടും വെയിൽ വരുമ്പോൾ മുറ്റത്ത് തന്നെ വിരിച്ചിടും. ഇത് തന്നെയാണ് കേട്ടോ പണി. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലാണ്. അപ്പോൾ ഇങ്ങനെ തുണികളൊക്കെ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ മഴക്കാലത്തെ എത്ര തുണി ഉണങ്ങിയാലും അതിനൊരു ഒരു മണം ഉണ്ടാവില്ലേ. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്ന പോലെയല്ല തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത്. അപ്പോഴും അതിനൊരു എന്തോ ഒരു എന്താ പറയുക, ഈറൻ മണക്കുക എന്ന് പറയും ഇവിടെയൊക്കെ. അതായത് ഒരു തണുപ്പടിക്കുന്ന പോലെയാവും എപ്പോഴും ഡ്രസ്സുകളൊക്കെ. നന്നായിട്ട് അങ്ങോട്ട് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ പിന്നെ വെയിൽ കണ്ടാൽ വേഗം തുണിയെല്ലാം മുറ്റത്തോട്ട് ഇങ്ങനെ വിരിച്ചിടും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പണി തന്നെയാണ്. മഴക്കാലത്ത് ഇത് തന്നെയാണ് പണി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് കണ്ടോ. ചോറ്, വെള്ളരി പുളിങ്കറി, പിന്നെ അച്ചാറ്, മോരുണ്ട്,
പയറ് തോരനുണ്ട്, പിന്നെ കുറച്ച് കപ്പയുണ്ട് അപ്പോൾ കേട്ടോ. എല്ലാവരും ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞു. പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോറുണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ പലകയിലിരിക്കുന്നുണ്ട്, പലകമേൽ. ഞാനിത് അവിടെ സ്റ്റൂളുമേൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മോരൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചോറുണ്ണാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മീനും ഇറച്ചിയൊന്നും വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ മോരോ സാമ്പാറോ അങ്ങനെയൊക്കെ ആയാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അധികം ഇഷ്ടം വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ചോറിലേക്ക് നല്ല പുളിയുള്ള മോരൊഴിച്ചിട്ട് കടുമാങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന ആലോചിച്ച് നോക്കൂ. പിന്നെന്തിനാ വേറെ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഇല്ലേ? എനിക്കിങ്ങനെ പറയുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. ഇതാ കുറച്ച് നേരം ഉച്ചയ്ക്കുള്ള വിശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ കിടന്നുറങ്ങുമൊന്നുമില്ല, കുറച്ച് നേരം ഇങ്ങനെ കിടക്കും, ഫോണിൽ തോണ്ടിയിരിക്കും. അധികം ട്രാവൽ വീഡിയോകളാണ് കാണുക, അത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ക്രാഫ്റ്റ് വർക്കുകൾ ഒരുപാട് ചെയ്യാനുണ്ട്, അതിൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. പെയിൻറ്റ്, പശ, പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല, ഭയങ്കര മടി. വൈകുന്നേരം നല്ല വെയിൽ, ഇതാ കണ്ടോ, വേനൽക്കാലം പോലെ ഉണ്ട് ശരിക്ക്. നമ്മൾ മഴ പോയിട്ട് വേനൽ വരുന്ന പോലെ ഉണ്ട് ഇങ്ങനെ കണ്ടാൽ. നല്ല വെയിൽ, ഇന്ന് മഴ പെയ്തിട്ടില്ല. ഇന്നലെ കുറച്ച് രാവിലെ ഒന്ന് കുറച്ച് പെയ്തു. ഞാൻ 2 ദിവസമായിട്ട് മഴയല്ല, ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഓണമല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കാം. ഓണവെയിലാണോ അത്തവെയിലാണോ എന്നറിയില്ല. ഇതാ അസ്തമയ സൂര്യൻ, നല്ല വെയിലിതാ, മൊത്തം വെയിലാണ്. ആഹാ, എന്താ വെയിൽ, കാണാൻ നല്ല രസമുണ്ട്. നല്ല വെയിൽ, നല്ല വെയിൽ, നല്ല വെയിൽ. അയ്യോ, മഴ ഇങ്ങനെ പെയ്യാതെന്നാൽ നല്ല രസമാണ്. മൂന്ന് ദിവസമായി ഞങ്ങളിങ്ങനെ മുളക്, വറ്റൽ മുളക് ഉണക്കുന്നു വെയിലത്ത്. അതുകൊണ്ട് അതെല്ലാം ഉണങ്ങി കിട്ടി, നല്ല വെയിലായതുകൊണ്ട്. ഇങ്ങനെ നിന്നാൽ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നല്ല തേങ്ങ, തേങ്ങാക്കൊല, പട്ട വീണാൽ എൻ്റെ തലയൊക്കെ ഡിമ്മാവും. എന്തെങ്കിലും ഒരു പണി വേണ്ടേ, എന്താ വെയിൽ. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ വിറച്ചിരിക്കാന്ന് പറയുന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഒന്ന് പ്രൂണിങ് നടക്കട്ടെ. കുറച്ച് ചെടികളുണ്ട്, അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കട്ടെ. ഇതൊക്കെ തന്നെ വൈകുന്നേരത്തെ പണി. വൈകുന്നേരം പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇനി ഒരു 4 ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെന്താ, അരി അരയ്ക്കാനുണ്ടെങ്കിൽ അരി അരയ്ക്കും. ഇന്നിപ്പോൾ അരി അരയ്ക്കാനുമില്ല, അപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് തന്നെ പണി. ചപ്പാത്തി ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാം. ഒരു 5:30 ആകുമ്പോൾ ചപ്പാത്തി മാവ് അങ്ങോട്ട് കുഴച്ച് വയ്ക്കും. പിന്നെ 6 മണിയാകുമ്പോൾ ചപ്പാത്തി അങ്ങ് പരത്തി അങ്ങ് ഉണ്ടാക്കും. എൻ്റെ അമ്മേ, മുട്ട ഉണ്ടോ? അത് ശരിക്ക് പാർവതിക്കോളാമ്പിയാണ് അത്ര. ഇത് പാർവതിക്കോളാമ്പി അമ്മ പറഞ്ഞു തന്ന പേരാട്ടോ. പാർവതിക്കോളാമ്പി. നിങ്ങൾ കുരുമുളകൊക്കെ ഇതാ ഉണ്ടാവുന്നു. കുരുമുളക് മൂത്തിട്ടില്ല, ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. നല്ല എരിവുണ്ടാവും. ഇപ്പോൾ റോഡിലൊന്നും വെള്ളമില്ല. മഴ നന്നായിട്ട് പെയ്യുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ വെള്ളമേ ഇല്ല. നല്ല മഴ പെയ്താൽ റോഡ് തോടാവും. ഒരു നായ അങ്ങനെ നിന്ന് കുറയ്ക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട്. എവിടെ ചക്ക? അത് ശരി. ആ നല്ല ചക്കയാ.
അതിന് പണിയുണ്ട്. ആ ആ ആ ആ അങ്ങനെ ഞാൻ കുറച്ച് ചെടികളൊക്കെ എൻ്റെ രീതിയിൽ പ്രൂണിങ്ങൊക്കെ നടത്തി വെട്ടി ചെറുതാക്കി ഒതുക്കി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ, എന്തൊരു ഭംഗിയാണെന്നറിയോ വെയിൽ കാണാൻ, സ്വർണ്ണ നിറം വെയിലിന്. ദാ കണ്ടോ, മുറത്തേക്ക് നല്ല ശക്തിയിൽ വെയിലടിക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഈ വീടിൻ്റെ മുൻഭാഗം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ പടിഞ്ഞാറൻ വെയിൽ നല്ല ശക്തിയിൽ മുറത്തോട്ട് തന്നെ ശരിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട്, അരി അരയ്ക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.